സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഴിവേലി ബാബുജി എഴുതിയ നോവൽ വൈറ്റ് ഹിൽ. ചുറ്റും നിന്ന ജനങ്ങളും അവരുടെ ആരവങ്ങളുമൊന്നും അറിഞ്ഞില്ല സിദ്ധാർത്ഥൻ. അവൻ്റെ ദൃഷ്ടികളും മനസ്സുമെല്ലാം ജഗ്വാർ XF കാറിൽ നിന്നിറങ്ങിയ ധനുഷ്കോടി നാടാർ എന്ന ശുക്രനിലായിരുന്നു. അച്ഛൻ്റെ മരണത്തിൽ പരിതപിച്ച് വീട്ടിൽ കഴിഞ്ഞിരുന്ന ശുക്രൻ എന്ന സന്യാസിയിലായിരുന്നു. ലൗകിക ജീവിതം വെടിഞ്ഞ സാധുവാണ് പോലും. സൂര്യകിരണത്തിൻ്റെ 2 ചീളുകൾ അവൻ്റെ കണ്ണുകളിൽ വീണു തിളങ്ങി. ജനങ്ങളെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ധനുഷ്കോടി നാടാർ ഉയർന്ന സ്റ്റേജിൻ്റെ പടിക്കെട്ടുകൾ കയറി. സ്റ്റേജിൽ ഇരുന്നവരെല്ലാം, വീരലക്ഷ്മിയും മക്കളും ഉൾപ്പെടെ, എഴുന്നേറ്റ് അയാളെ വണങ്ങി. ധനുഷ്കോടി നാടാരും അവരെ പ്രത്യഭിവാദനം ചെയ്തു. പിന്നെ നേരത്തെ തന്നെ ഒഴിച്ചിട്ടിരുന്ന കസേരയിലിരുന്നു. അതിനുശേഷമേ മറ്റുള്ളവർ ഇരുന്നുള്ളൂ. മുന്നോട്ട് കുതിക്കാൻ പലവട്ടം ആഞ്ഞതാണ് സിദ്ധാർത്ഥൻ. ഈ ഇരട്ട വേഷത്തിൻ്റെ പൊരുൾ ആ മുഖത്ത് നിന്ന് നേരിട്ടറിയുവാൻ. പക്ഷേ അദൃശ്യമായൊരു ചങ്ങല അവനെ പിന്നോട്ട് വലിച്ചു. പാടില്ല. അച്ഛൻ്റെ കൊലയാളികൾ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടും താൻ സംയമനം പാലിച്ചു നിൽക്കുന്നില്ലേ? അതുപോലെ തന്നെ വേണം ഇതും. എന്തൊക്കെ ഉള്ളുകള്ളികളാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയണം. അവൻ്റെ വലിഞ്ഞു മുറുകിയ ഞരമ്പുകളും മുഷ്ടികളും സാവധാനമയഞ്ഞു. ഒപ്പം വേറൊന്നുകൂടി മനസ്സിലാക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ. ശുക്രൻ അങ്കിളിനിവിടെ വല്ലാത്ത ജനസമ്മതിയാണ്. താൻ സ്റ്റേജിലേക്ക് കയറി ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അത് കുഴപ്പമാകും. മാത്രമല്ല, താൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുകയുമില്ല. സിധു. ആരവങ്ങൾക്കിടയിലൂടെയുള്ള സത്യദാസിൻ്റെ ശബ്ദം അവനെ ഉണർത്തി. സിദ്ധാർത്ഥൻ മെല്ലെ തിരിഞ്ഞു. ഈ നാട്ടുകാരുടെയെല്ലാം പെരിയോരുടെ അളിയനാണത്. വീരലക്ഷ്മി അമ്മയും മക്കളും അയാൾ പറയുന്നതിനപ്പുറം പോകില്ല. ഇയാളും ദുഷ്ടനാണെന്നാണല്ലോ ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടത്. സിദ്ധാർത്ഥൻ പുരുകം ചുളിച്ചു. ദുഷ്ടനെന്നല്ല, ചെകുത്താനെന്നാ വിളിക്കേണ്ടത്. പക്ഷേ മഹാസൂത്രശാലിയാ. എതിർത്ത് നിൽക്കുന്ന ഏത് തൊഴിലാളിയെയും ഇയാൾ കയ്യിലെടുക്കും. അതാ മിടുക്ക്. സിദ്ധാർത്ഥൻ ഒന്ന് മൂളി. സത്യദാസ് തുടർന്നു. ഇപ്പോൾ നമ്മൾ യൂണിയൻ ഉണ്ടാക്കുന്ന കാര്യം ഇയാളോട് പറഞ്ഞെന്നിരിക്കട്ടെ. സന്തോഷത്തോടെ ഇയാൾ നമ്മുടെ കൂടെ നിൽക്കും. യൂണിയൻ വേണം എന്ന് പറയും. പക്ഷേ പിന്നിൽ നിന്ന് വേറെ കളി നടത്തും. തൻ്റെ വീട്ടിൽ വന്നപ്പോഴും ഇയാൾ അതേ ഇരട്ടമുഖമാണ് കാണിച്ചതെന്ന് സിദ്ധാർത്ഥൻ ഓർത്തു. അവൻ മറുപടി പറയും മുമ്പ് മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് കേട്ടു. ജല്ലിക്കെട്ട് ആരംഭിക്കുന്നു. ആളുകൾ ഒരു മാത്ര നിശബ്ദരായി. അടുത്ത നിമിഷം വൻ ആരവം. ജനങ്ങൾ കൈ ഉയർത്തി തുള്ളിച്ചാടി. പൊടുന്നനെ ഇടുങ്ങിയ ഒരു വഴിയുണ്ടാക്കിയ ഭാഗത്തെ കമ്പു കെട്ടിയ വാതിൽ വലിച്ചുയർത്തപ്പെട്ടു. സിദ്ധാർത്ഥൻ അങ്ങോട്ട് നോക്കി. അവിടെ അസ്വസ്ഥമായ ഒരു കാളയുടെ മുഖം. കൊമ്പുകുലുക്കി മുക്രയിട്ടുകൊണ്ട് ആ കൂറ്റൻ വെള്ളക്കാള ഗ്രൗണ്ടിലേക്ക് ചാടി. അതിൻ്റെ കാൽ കീഴിൽ പൂഴി ഇളകി പറന്നു. അതിൻ്റെ ചീറ്റലിൽ 1000 പാമ്പുകളുടെ ശബ്ദം. കാളയുടെ കൊമ്പിൽ കുറച്ച് ചുവന്ന പൂക്കൾ ചുറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നിൽ വാതിൽ വീണ്ടും താണു. എന്തും തകർക്കാനെന്ന ഭാവത്തിൽ കാള മുന്നോട്ട് കുതിച്ചു. വീണ്ടും അനൗൺസ്മെൻറ്റ്. ഇത് കീലയൂർ രംഗാചാരി അവർകളുടെ കാള. ഇതിനെ തോൽപ്പിക്കുന്നവർക്ക് 1,00,000 രൂപ സമ്മാനം. അടുത്ത സെക്കൻഡിൽ കരുതി നിന്നിരുന്ന 100ഓളം പേർ കാളയ്ക്ക് നേരെ കുതിച്ചു. ആ കൂട്ടത്തിൽ രഘുറാമിനെയും ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥൻ കണ്ടു. അവൻ്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി. സത്യ, രഘു. അവൻ സത്യദാസിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. മുന്നിൽ വന്നവരൊക്കെ കാളയുടെ പരാക്രമത്തിന് മുന്നിൽ ചിതറി മാറി. ആരൊക്കെയോ അതിൻ്റെ പുറത്തെ പൂഞ്ഞിൽ തൂങ്ങി. ചിലർ വാലിൽ പിടിച്ചു. മതയാന തിരിയും പോലെ കാള വട്ടം തിരിഞ്ഞു. അതിനെ പിടിച്ചവരൊക്കെ തെറിച്ചു പൂഴിയിലേക്ക് മറിഞ്ഞു. കാളയുടെ കാൽ കൊടുവാൾ കണക്കി വീശിപ്പോയി. ആളുകളുടെ ആരവം കൂടിയായപ്പോൾ കാളയ്ക്ക് ഭ്രാന്തിളകി. മുന്നോട്ട് ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തേക്ക് പായുന്ന കാളയ്ക്ക് പിന്നാലെ രഘുറാം ഓടി. സിദ്ധാർത്ഥൻ്റെ നെഞ്ചിടിപ്പേറി. രഘുറാം കാളയുടെ പൂഞ്ഞിൽ തൂങ്ങി. പക്ഷെ കാള നിന്നില്ല. പിടിവിട്ട് രഘുറാം താഴെ വീണു. അതിൻ്റെ പിൻകാൽ അവൻ്റെ നെഞ്ചിൽ പതിയുന്നത് സിദ്ധാർത്ഥൻ കണ്ടു. രഘു. അവൻ അലറി. എന്നാൽ ആ ശബ്ദം ആരവങ്ങൾക്കിടയിൽ അമർന്നും പോയി. രഘുറാം നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് മണ്ണിൽ കിടന്ന് പൊളഞ്ഞു. മറ്റുള്ളവർ ഓടിയെത്തി അവനെ പിടിച്ചുയർത്തി അവിടെ നിന്നു മാറ്റി. ഇവനോട് പലവട്ടം ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. സിദ്ധാർത്ഥന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി. ജല്ലിക്കെട്ടിന് ഇതൊക്കെ പതിവാ സിദ്ധു. സത്യദാസ് അവനെ ആശ്വസിപ്പിച്ചു. സ്റ്റേജിലിരിക്കുന്നവർ കൈയടിക്കുന്നതും എഴുന്നേൽക്കുന്നതുമൊക്കെ അവൻ ശ്രദ്ധിച്ചു. എല്ലാവർക്കും ഇതൊരു വിനോദം മാത്രം. വീരലക്ഷ്മിയും ഭൂപതി പാണ്ഡ്യനും ആറുപടയാനുമൊക്കെ എല്ലാം മറന്ന് അട്ടഹസിക്കുന്നത് കണ്ടപ്പോൾ
അവന് കലിയിളകി. മാനേജർ രാജഗുരുവിൻ്റെ മകൾ മണിമൊഴി വായിലേക്ക് 2 വിരൽ കടത്തി ചൂളമടിക്കുന്നു. അവളുടെ കരണത്തൊന്ന് പൊട്ടിക്കാൻ സിദ്ധാർത്ഥന് തോന്നി. ആ കാള ബാരിക്കേഡിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വഴിയിലൂടെ ഓടിപ്പോയി. അതിന് ഇനി എന്തു ചെയ്യും? സിദ്ധാർത്ഥൻ സത്യദാസിനോട് തിരക്കി. ഉടമസ്ഥൻ്റെ ആളുകൾ അവിടെ കാത്തു നിൽക്കും. അവർ കാളയെ കൊണ്ടുപോയിക്കൊള്ളും. അതിൻ്റെ ഇക്കൊല്ലത്തെ അവസരം കഴിഞ്ഞു, അവൻ വിശദമാക്കി. അപ്പോഴേക്കും അടുത്ത കാളയുടെ അനൗൺസ്മെൻ്റായി. അതിനെ കീഴ്പ്പെടുത്തുകയോ കൂടുതൽ നേരം പിടിച്ചു നിർത്തുകയോ ചെയ്യുന്നവർക്ക് 50,000 രൂപയായിരുന്നു സമ്മാനം. അതിനെ 2 പേർ ചേർന്ന് കുറച്ചു നേരം പിടിച്ചു നിർത്തി. അപ്പോൾ തന്നെ അവർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഒരാൾക്ക് എത്ര കാളയെ വേണമെങ്കിലും പിടിക്കാമോ? സിദ്ധാർത്ഥന് സംശയം. പിടിക്കാം. എന്താ നീ ഒരു കൈ നോക്കുന്നു? സത്യദാസ് തിരക്കി. അവൻ ഭയം ഭാവിച്ചു. സമയം കടന്നുപോയി. വീണ്ടും വീണ്ടും കാളകൾ വന്നുകൊണ്ടിരുന്നു. അന്തരീക്ഷത്തിൽ പൊടി തിങ്ങി. ചിലർക്കൊക്കെ സമ്മാനങ്ങളും കിട്ടി. രഘുറാമിനെ പിന്നീട് മൈതാനത്ത് കണ്ടില്ല. സിദ്ധാർത്ഥന് അങ്കലാപ്പായി. സത്യ, നമുക്ക് അവനെ ഒന്ന് നോക്കണ്ടേ രഘുവിനെ? ഈ തിരക്കിനിടയിൽ എവിടെ പോയി നോക്കാനാ? അവനും കാളപ്പോരിൻ്റെ ലഹരിയിലായി കഴിഞ്ഞിരുന്നു. അടുത്ത അനൗൺസ്മെൻറ്റ്. ഇനി വരുന്നത് അവസാനത്തേതായ കാള, നമ്മുടെ പെരിയോരുടെ കാള. 2 ലക്ഷം രൂപ സമ്മാനത്തിനൊപ്പം ലക്ഷ്മി അമ്മ വക 5 ലക്ഷം കൂടി, പിന്നെ ട്രോഫിയും. ഈ കാളയെ പിടിക്കുന്ന വീരന് സ്വന്തം. സിദ്ധാർത്ഥൻ്റെ കണ്ണുകളിൽ ഇടുങ്ങിയ വാതിൽക്കലേക്ക് പാളി വീണു. കൂരിരുട്ടിൻ്റെ നിറമുള്ള കാള. എണ്ണ പുരട്ടിയതിനാലാവണം അതിൻ്റെ മേൽ വേൽനാളങ്ങൾ തിളങ്ങി. ഒരു കുട്ടിയനയെപ്പോലെ തോന്നിച്ചു അത്. കൊമ്പുകളിൽ സിന്ദൂരം പൂച്ചിയിരുന്നു. മറ്റൊന്നുകൂടി സിദ്ധാർത്ഥൻ കണ്ടു. ഇപ്പോൾ കാളയെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏന്തി രഘുറാമും. വാതിൽ തുറക്കപ്പെട്ടു. യുദ്ധക്കളത്തിലേക്ക് സൈന്യാധിപനെ വഹിച്ചുകൊണ്ട് ചാടുന്ന കുതിരയെപ്പോലെ കാള എടുത്തു ചാടി. പിന്നാലെ പോരുവീരന്മാർ. എന്നാൽ മറ്റു കാളകൾ ചെയ്തതുപോലെ അത് മുന്നോട്ടോടിയില്ല. ശത്രുക്കളെ തിരിയുന്നത് പോലെ അത് വെട്ടിത്തിരിഞ്ഞു. അയ്യോ! സിദ്ധാർത്ഥൻ മാത്രമല്ല, മറ്റു പലരും നിലവിളിച്ചു പോയി. കാളയുടെ കൊമ്പിൽ ഒരാൾ കുരുങ്ങി. അത് കുലുക്കി ഒരേറ്. തെറിച്ചു പോകുന്നവരിൽ നിന്ന് മഴത്തുള്ളികൾ പോലെ ചോരയിട്ടു വീഴുന്നത് മിന്നായം പോലെ കണ്ടു. കാളയുടെ കൊമ്പിൽ ചോരയും സിന്ദൂരവും കൂടി കുഴഞ്ഞു. കാള വീണ്ടും പോരുവീരന്മാർക്ക് നേരെ. അവർ ചിതറിയോടി. കാള പിന്നാലെ. ഇതിനെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്. സത്യദാസ് പറയുന്നത് സിദ്ധാർത്ഥൻ കേട്ടു. ഈശ്വര, രഘുറാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ? മറ്റുള്ളവർ ഓടി മാറിയതിനാൽ ഇപ്പോൾ കാളയുടെ ശ്രദ്ധ പിന്നാലെ മുടന്തി ഓടുന്ന രഘുറാമിലാണ്. കാള തലകൊണ്ട് പൂഴി കുത്തിയൊന്നിളക്കി. പിന്നെ രഘുറാമിൻ്റെ നേരെ. സിദ്ധാർത്ഥൻ്റെ ഞരമ്പുകളിലെ ചോര അതിലും വേഗത്തിൽ കുതിച്ചു. ഞൊടിയിടയിൽ അവൻ അച്ഛൻ്റെ കടുക്കനുകൾ എടുത്ത് കാതിൽ ധരിച്ചു. സത്യ! അലറുകയായിരുന്നു അവൻ. ആ ബനീനിങ് താടാ. സത്യദാസ് ഞെട്ടിത്തിരിഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥൻ ഷർട്ടിൻ്റെ ബട്ടനുകൾ വലിച്ചു പൊട്ടിച്ച് അവന് നീട്ടി. അവന് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് സിദ്ധാർത്ഥൻ ബലമായി അവൻ്റെ ചുവന്ന ബനിയൻ വലിച്ചൂരിയെടുത്തു. തൻ്റെ ഷർട്ട് അവൻ്റെ തോളിലേക്കെറിഞ്ഞു. സിദ്ധു! സത്യദാസിന് പറയാനുള്ള നേരം കിട്ടിയില്ല. കളരി പരമ്പര ദൈവങ്ങളെയും അടവുകൾ പഠിപ്പിച്ച ഗുരുവിനെയും മനസ്സിലേക്ക് ആവാഹിച്ച് ഒറ്റ കുതിപ്പായിരുന്നു സിദ്ധാർത്ഥൻ. 2 കാലുകളും തറയിൽ ആഞ്ഞു ചവിട്ടി. ചുഴലിക്കാറ്റുപോലെ അവൻ പറന്നുയർന്നു. ആദ്യം ബാരിക്കേഡിന് മുകളിൽ കാൽ കുത്തി. പിന്നെ ഒന്ന് കരണം മറിഞ്ഞ് ഗ്രൗണ്ടിലേക്ക്. നദിയിൽ ചാടുമ്പോൾ വെള്ളം തെറിക്കും പോലെ അവൻ്റെ കാൽ കീഴിൽ പൊടി ചീറ്റിയുയർന്നു. കണ്ടു നിന്നിരുന്നവർ ഒരു നിമിഷം പ്രതിമകളായി. രഘു! സിദ്ധാർത്ഥൻ്റെ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു. സർവശക്തിയും കാലുകളിലാക്കി അവൻ കാളയ്ക്ക് നേരെ ഓടി. കാള രഘുറാമിന് നേരെയും. മൂവരും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. സത്യദാസ് അടിമുടി വിറച്ചുപോയി. രഘുറാം വേച്ചു ചെന്ന് ബാരിക്കേഡിലേക്ക് ചാരി തിരിഞ്ഞു. കാള മുൻകാലുകൾ അല്പമുയർത്തി കൊമ്പ് താഴ്ത്തി അവൻ്റെ നെഞ്ചിനു നേരെ. രഘുറാം കണ്ണുകൾ ഇറുക്കിയടച്ചു. അമ്മേ! അവസാന ശബ്ദം പോലെ ഒരു നിലവിളി അവൻ്റെ തൊണ്ടയിൽ കിടന്നു പിടഞ്ഞു. കാളയുടെ കൊമ്പും രഘുറാമിൻ്റെ നെഞ്ചും തമ്മിൽ ഒരടി അകലം. ചിലർ ആ കാഴ്ച കാണാനാവാതെ മുഖം തിരിച്ചു. ആരവങ്ങൾ നിലച്ചു. മുന്നിൽ മറ്റൊരു ശവം കൂടി വീഴാൻ പോവുകയാണ്. സിദ്ധാർത്ഥൻ ഓടിയെടുക്കുന്നതിനിടയിൽ അത് കണ്ടു. അടുത്ത നിമിഷം അവൻ അന്തരീക്ഷത്തിലേക്ക് ചാടി ഉയർന്നു. കാലുകൾ മുന്നോട്ടാക്കി പറക്കും പോലെ. കാള രഘുറാമിൻ്റെ നെഞ്ചിലേക്ക് കുത്തിയതും സിദ്ധാർത്ഥൻ അതിൻ്റെ കഴുത്തിൽ ചവിട്ടിയതും ഒരു നിമിഷത്തിൽ. കാളയുടെ ലക്ഷ്യം തെറ്റി. അതിൻ്റെ തല ചെന്നിടിച്ചത് ബാരിക്കേഡിൽ. അവിടത്തെ കൊമ്പൊടിഞ്ഞുപോയി. സിദ്ധാർത്ഥൻ പൂഴിയിലേക്ക് മലർന്നു വീണു. പക്ഷേ റബ്ബർ മെത്തയിൽ എന്നതുപോലെ അവൻ ശരീരം വളച്ച് മലർന്നുയർന്നു. കൈ നീട്ടി രഘുറാമിൻ്റെ ബനീനിൽ പിടിച്ചു. തൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. വർദ്ധിത പകയോടെ കാള തിരിഞ്ഞു വന്നു. സിദ്ധാർത്ഥൻ അതിൻ്റെ കൊമ്പിൽ പിടിച്ചു. അതിനിടെ വിളിച്ചലറി.
രഘു, നീ മാറിക്കോടാ. മുന്നിൽ ചുവപ്പ് കണ്ടതോടുകൂടി എന്നവണ്ണം കാള കൊമ്പ് കുലുക്കി അവനെ തെറിപ്പിക്കാൻ ശ്രമിച്ചു. പൂഴിയിൽ പിന്നോട്ട് നിരങ്ങിപ്പോയിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥൻ. പക്ഷേ കാളയുടെ കൊമ്പിലെ പിടിവിട്ടില്ല. വിട്ടാൽ കാള തന്നെ കൊല്ലുമെന്ന് അവനറിയാം. നിശബ്ദരായ ആളുകൾ വീണ്ടും ആരവത്തോടെ അവനെ പ്രോത്സാഹിപ്പിച്ചു. ശ്വാസം വലിച്ചു വിടുന്നതിനിടയിൽ അവനെ തിരിച്ചറിഞ്ഞ രഘുറാം മിഴിച്ചു നിന്നു. ആരാണവൻ? വീരലക്ഷ്മി പല്ലമർത്തി. പൊടിപടലങ്ങൾക്കിടയിൽ അവനെ അവർക്ക് പിടികിട്ടിയില്ല. ആരായാലും അവൻ കേമന. ധനുഷ്കോടി നാടാർ അഭിമാനത്തോടെ താടി തടവി. പക്ഷേ അവന് നമ്മുടെ കാളയെ തോൽപ്പിക്കാനാവില്ല. ആറുപടയാനും ഭൂപതി പാണ്ഡ്യനും അവിശ്വസനീയ ഭാവത്തിൽ പരസ്പരം നോക്കി. ഉലകുമയിൽ മാത്രം നിസ്സംഗതയോടെ ഇരുന്നു. എന്നാൽ മണിമൊഴിയാകട്ടെ ആ വീരനെ ഉള്ളുകൊണ്ട് നമിച്ചു. പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വീരലക്ഷ്മി അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. അതോടെ അവൾ നിർത്തി. ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങൾ. മൈതാനത്തിൻ്റെ മധ്യഭാഗത്തോളം കാള സിദ്ധാർത്ഥനെ തള്ളിക്കൊണ്ടുവന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നവന് തോന്നി. പിടിവിട്ടാൽ കാള തന്നെ തീർക്കും. ആ മൈതാനം അവൻ കളരിയായി കരുതി. മുന്നിലുള്ളത് പ്രാണനെടുക്കാൻ നിൽക്കുന്ന യോദ്ധാവും. കാൽമുട്ടിന് നേരെ വീശി വരുന്ന ഉറുമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടി ഉയരുന്നത് പോലെ സിദ്ധാർത്ഥൻ കൊമ്പിലെ പിടിവിട്ട് കാലുകൾ വിരിച്ച് മുകളിലേക്ക് ചാടി. മുന്നോട്ടാഞ്ഞ കാള ഇപ്പോൾ അവൻ്റെ അടിയിലായി. താഴേക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥൻ വലം കൈ മുട്ടുമടക്കി താഴേക്ക് വന്നു. കാളപ്പുറത്തേക്ക് അമർന്ന അവൻ കാളയുടെ കഴുത്തും തലയും ചേരുന്ന ഭാഗത്ത് കൊമ്പുകൾക്കിടയിൽ കായം മുട്ടുകൊണ്ട് ഒറ്റയിടി. ഒരു മർമ്മപ്രയോഗം. കാള ഉഗ്രമായി ഒന്നമറി. അതും സിദ്ധാർത്ഥനും ഒന്നിച്ചു വീണു. അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ കാള ധിക്കറിയാതെ എന്നവണ്ണം തല കുടഞ്ഞ് കൊണ്ടോടി. അതിൻ്റെ വരവ് കൊണ്ട് ബാരിക്കേഡിന് പിന്നിൽ നിന്നിരുന്നവർ ഭയന്ന് ഇരുവശത്തേക്കും ചിതറി. കാള വന്ന ബാരിക്കേഡിൽ ഒറ്റയിടി. ഉണക്കമരക്കമ്പുകൾ ചിതറിപ്പോയി. ആ വഴി പുറത്തു കടന്ന കാള ലക്ഷ്യമില്ലാതെ പാഞ്ഞു. തറയിൽ നിന്നെഴുന്നേറ്റ സിദ്ധാർത്ഥൻ കണ്ടത് ഓടുന്ന കാളയുടെ പിൻഭാഗമാണ്. ജനങ്ങൾ ആർത്തി വിളിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഗ്രൗണ്ടിലിറങ്ങി. അവർ അവനെ പിടിച്ചുയർത്തി. അവന് ചുറ്റും ജനസമുദ്രങ്ങളായി. സത്യദാസിനും രഘുറാമിനുമൊന്നും അവിടേക്ക് എത്തുവാൻ പോലും കഴിഞ്ഞില്ല. ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലാത്ത പെരിയോരുടെ കാള തൊഴിലാളികൾക്ക് അഭിമാനമായി. തങ്ങൾക്കിടയിൽ ഒരാൾ ജേതാവായിരിക്കുന്നു. സിദ്ധാർത്ഥൻ വീരനാണെന്ന് അവർക്കറിയാം. പക്ഷേ ഇവന് മാത്രമേ ഇങ്ങനെയൊരു കാളയെ തോൽപ്പിക്കാൻ കഴിയൂ. ആരാ അവൻ? മാനത്തോളം ഉയരുന്ന പൊടിപടലങ്ങൾക്കിടയിൽ ഇപ്പോഴും ഭൂപതി പാണ്ഡ്യന് അവനെ വ്യക്തമായില്ല. എന്നാൽ രാജഗുരു തിരിച്ചറിഞ്ഞെങ്കിലും മിണ്ടിയില്ല. പടയാനേ, വീരലക്ഷ്മി കൽപ്പിച്ചു. ഇനി ആ കാളയെ നമുക്ക് വേണ്ട. ഇന്നോട് നമ്മൾ ജല്ലിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണ്. കൊന്നേക്കണം അതിനെ, ഇന്ന് തന്നെ. അവരുടെ കണ്ണുകൾ ചുവന്നു വിറച്ചു. ശരിയമ്മേ, ഏറ്റവും ക്രൂരമായിട്ടായിരിക്കും അതിൻ്റെ അന്ത്യം. അത് കേട്ടപ്പോൾ ഉലകുമയിലിന് സങ്കടം തോന്നി. പാവം മിണ്ടാപ്രാണി, തോറ്റുപോയതിന് അതെന്തു പിഴച്ചു? ജനങ്ങൾ സിദ്ധാർത്ഥനെ തോളിലേറ്റിക്കൊണ്ട് സ്റ്റേജിനരികിലേക്ക് വരികയാണ്. പൊടിപടലങ്ങൾക്കിടയിലും അവൻ്റെ ചുവന്ന കടുക്കനുകൾ മിന്നി. ധനുഷ്കോടി നാടാരുടെ കണ്ണുകൾ വല്ലാതെയൊന്ന് വെട്ടി. അയാൾ വീണ്ടും വീണ്ടും തുറച്ചു നോക്കി. മണ്ണ് പുരണ്ടിരിക്കുന്നെങ്കിലും ആ മുഖം. രക്ഷപ്പെടാൻ എന്നവണ്ണം അയാൾ ചുറ്റും നോക്കി. അപ്പോൾ ഭൂപതി പാണ്ഡ്യൻ പറയുന്നത് കേട്ടു. അമ്മേ, അതവനല്ലേ ആ ധിക്കാരി? അതവൻ തന്നെ. വീരലക്ഷ്മിയുടെ അമ്പരെന്ന ശബ്ദം. അവനെ നിങ്ങൾക്കറിയാമോ? ധനുഷ്കോടി നാടാർ എന്ന ശുക്രൻ പെങ്ങളെ തുറച്ചു നോക്കി. അറിയാം, ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവനാ നമ്മുടെ പുതിയ തൊഴിലാളി സിദ്ധു. ശുക്രൻ മിടയിറക്കി വിറങ്ങലിച്ചിരുന്നു. അവസാനം താൻ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ എത്തി. എങ്ങനെ ഇവനെ അഭിമുഖീകരിക്കും? അതറിയാതെ അയാൾ ഇരുന്നുരുകി. മണിമൊഴിയും ഉലകുമയിലും അത്ഭുതത്തോടെ അവനെ നോക്കി. ഉലകുമയിൽ ആദ്യം കാണുകയാണ് അവനെ. മണിമൊഴിക്കാണെങ്കിൽ ഒരു കോരിത്തരിപ്പുണ്ടായി. അപ്പോൾ അടുത്ത അനൗൺസ്മെന്റ് മലയാളത്തിലും തമിഴിലും മുഴങ്ങി. ഇത്തവണത്തെ ജല്ലിക്കെട്ട് വീരനെ ജനം വേദിയിലേക്ക് ആനയിക്കുന്നു. സിധു, അതാണ് അവൻ്റെ പേര്. നമ്മുടെ മാർബിൾ ക്വാറിയിലെ പുതിയ തൊഴിലാളിയും മലയാളിയുമാണവൻ. ധനുഷ്കോടി നാടാർ അവർകൾ ഈ വീരന് ട്രോഫിയും സമ്മാനത്തുകയും നൽകുന്നു. നമ്മ സിദ്ധു വാഴ്കേ. ആർപ്പുവിളികളോടെ ജനം അവനെ സ്റ്റേജിൽ നിർത്തി. അവൻ്റെ കാതിൽ ചുവന്ന കടുക്കനുകൾ വെട്ടിത്തിളങ്ങി. സിദ്ധാർത്ഥൻ ഇടം കണ്ണിട്ട് ശുക്രനെ നോക്കി. അയാൾ തല കുനിച്ചിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ ഓരോ മുഖത്തും മാറി മാറി പതിഞ്ഞു. വീരലക്ഷ്മിയും ആൺമക്കളും പകമൂത്ത സർപ്പങ്ങളെ പോലെ. ഉലകുമയിൽ മന്ദഹസ്തോടും അഭിമാനത്തോടും രാജഗുരുവിന് നിറഞ്ഞ ചിരി.
മണിമൊഴിയുടെ കണ്ണുകളിൽ 2 സൂര്യന്മാരുടെ തിളക്കവും ചുണ്ടിൽ ഒരല്പ നാണവും. മറ്റ് കരപ്രമാണികളൊക്കെ അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത്. അയ്യാ, സമ്മാനം കൊട്, ഒരാൾ ശുക്രനെ തോണ്ടി. ഞെട്ടിയതുപോലെ അയാൾ എഴുന്നേറ്റു. സിദ്ധാർത്ഥൻ്റെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കിക്കൊണ്ട് കൈ നീട്ടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. അവൻ ആ കൈ പിടിച്ചു കുലുക്കി. അതിനിടെ ഒരു വിറയൽ അവൻ തിരിച്ചറിഞ്ഞു. ശുക്രന് സംശയം തോന്നി. ഇവൻ തന്നെ തിരിച്ചറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. തന്നെ ഇവിടെ കണ്ടതിൻ്റെ അത്ഭുതം പോലും ഇവനില്ല. അയാൾ അവനാദ്യം ഗോൾഡ് ട്രോഫിയും പിന്നെ ക്യാഷ് അവാർഡുകളും നൽകി. അത് സ്വീകരിച്ച് തിരിച്ചിറങ്ങാൻ നേരം സ്റ്റേജിലിരുന്ന ഒരാൾ പറഞ്ഞു, തമ്പി, നീങ്ക ആര്? ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോ. വേണം വേണം, ജനം ഏറ്റുപറഞ്ഞു. സിദ്ധാർത്ഥൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പിന്നെ മൈക്കിന് നേരെ ചെന്നു. സുഹൃത്തുക്കളെ, ജനം നിശബ്ദരായി അവൻ്റെ വാക്കുകൾക്ക് കാതോർത്തു. അവൻ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചിട്ട് തുടർന്നു. ഞാൻ സിധു. നിങ്ങളിൽ കുറേ പേർക്ക് എന്നെ അറിയാം. ഇവിടുത്തെ CKS മാർബിൾ ക്വാറിയിലെ തൊഴിലാളിയാണ് ഞാൻ. അവനൊന്ന് നിർത്തി. ഇനി നിങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ പോകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഐഡൻറ്റിറ്റി കൂടുതൽ വ്യക്തമാകും. എൻ്റെ മുഴുവൻ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പെരിയോർ എന്ന് വിളിച്ചിരുന്ന ഷൺമുഖ പെരുമാളിൻ്റെ യഥാർത്ഥ മകൻ. സ്റ്റേജിലിരുന്നവരും തടിച്ചുകൂടിയവരും ഒരുപോലെ കിടുങ്ങി, ശുക്രനും രാജഗുരുവും ഒഴികെ. ഏട്ടാ, വീരലക്ഷ്മി നിലവിളിക്കും പോലെ ശുക്രനെ നോക്കി. ഈ തെമ്മാടി വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ശുക്രൻ്റെ തല കുനിഞ്ഞു. അതോടെ വീരലക്ഷ്മിക്ക് തളർച്ച തോന്നി. മിഴിച്ചിരിക്കുകയാണ് മണിമൊഴി. തൻ്റെ വല്യേട്ടൻ ഉലകുമയിലിന് അഭിമാനവും ആനന്ദവും തോന്നി. മൈക്കിലൂടെ തോന്നിയസം പറയുന്നോടാ. ഭൂപതി പാണ്ഡ്യനും 6 പടയാനും ചാടി എഴുന്നേറ്റു. ഇരിക്കടാ അവിടെ. അതൊരു കൽപ്പനയായിരുന്നു സിദ്ധാർത്ഥൻ്റെ. അവൻ കൈ ചൂണ്ടി. ഇതുവരെ അവർ കാണാത്ത മറ്റൊരു മുഖഭാവത്തോടെ ഇരുന്നുപോയി പടയാനും ഭൂപതിയും. സിദ്ധാർത്ഥൻ മൈക്കിലൂടെ തുറന്നു. ഇവിടത്തെ കമ്പനിയും മറ്റ് സ്ഥാപനങ്ങളും ബസ് സർവീസ് ഉൾപ്പെടെ CKS എൻ്റെ പേരിലാണ് എല്ലാം. CKS സിദ്ധാർത്ഥൻ എന്ന എൻ്റെ പേരിൽ. ചന്ദ്രശേഖരൻ കമലം സിദ്ധാർത്ഥൻ. ചന്ദ്രശേഖരൻ എന്നായിരുന്നു നിങ്ങളുടെ പെരിയോരുടെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യയും മക്കളും അങ്ങ് കേരളത്തിലാണ്, ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം എന്ന സ്ഥലത്ത്. ഒരു നെല്ലിയില വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. രഘുറാമിൻ്റെ ഉടൽ വിറകൊണ്ടു. പെരിയോരുടെ മകനാണോ തൻ്റെ വീട്ടിൽ? തൻ്റെ തോളിൽ കൈയിട്ട് നടന്നത് കൊച്ചു മുതലാളിയോ? സത്യദാസിനും വിശ്വസിക്കാനാവുമായിരുന്നില്ല. ചായക്കടക്കാരൻ ജോസും ബാർബർ ഷോപ്പിലെ രാജനും പരസ്പരം നോക്കി. ആ നിശബ്ദതയിലേക്ക് സിദ്ധാർത്ഥൻ്റെ ശബ്ദം പിന്നെയും ചിതറി വീണു. ഇനി നിങ്ങളറിയാത്ത ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ കാർ ആക്സിഡന്റിലല്ല പെരിയോർ മരിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. ഏവർക്കും അടുത്ത ഞെട്ടൽ. ഉലകുമയിൽ അമ്മയെ തുറച്ചു നോക്കി. അവർ പതറുന്നത് കണ്ടു. ജനങ്ങളുടെ നടുക്കത്തിനിടയിലേക്ക് സിദ്ധാർത്ഥൻ്റെ അടുത്ത ചോദ്യം വന്നു. പെരിയോരുടെ മൃതദേഹത്തിന്റെ മുഖം നിങ്ങൾ ശരിക്ക് കണ്ടിരുന്നോ? ഇല്ല, ഇല്ല. പല ഭാഗത്തു നിന്നും ഉണ്ടായി ശബ്ദം. എങ്കിൽ ഇതുകൂടി അറിഞ്ഞോ? പെരിയോറിൻ്റേത് എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്ന ശവം അദ്ദേഹത്തിൻ്റേതായിരുന്നില്ല. അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഞാനാണ്, അങ്ങ് തണ്ണീർമുഖത്തെ വീട്ടിൽ വെച്ച്. കേരളത്തിലെ പല മീഡിയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അതിന് സാക്ഷികളാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ നിങ്ങൾക്കിടയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. സിദ്ധാർത്ഥൻ ശ്വാസം വലിച്ചുവിട്ടു. അല്ല, ഈ തെമ്മാടി പറയുന്നത് മുഴുവൻ കളവാണ്. നിങ്ങൾ വിശ്വസിക്കരുത്. ഇവനെ കൊല്ലണം. വീരലക്ഷ്മി ചാടി എഴുന്നേറ്റ് അലറി. ജനം അത് അവഗണിച്ചു. പറ സിദ്ധാർത്ഥൻ മുതലാളി, ആരാ ഞങ്ങളുടെ പെരിയോരെ കൊന്നത്? അവർ വിളിച്ചു തിരക്കി. സ്റ്റേജിനടുത്തേക്ക് കൂടുതൽ തള്ളി വന്നു. പറയാം, ഇപ്പോഴല്ല. അവരെ മുഴുവൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി ഞാൻ സത്യം പറയിപ്പിച്ചു തരാം. പോരെ? ഞങ്ങളുടെ പെരിയോരെ കൊന്നവരെ ഞങ്ങൾ കൊല്ലാം. ജനം രോഷാകുലരാകുകയാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇനി നമ്മൾ ഒന്നാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? അവൻ വിളിച്ചു ചോദിച്ചു. നിൽക്കാം, നിൽക്കാം. ആയിരക്കണക്കിന് കണ്ടങ്ങൾ അത് ഏറ്റുചൊല്ലി. കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണെന്ന ശുക്രനും വീരലക്ഷ്മിക്കും മക്കൾക്ക് മനസ്സിലായി. സിദ്ധാർത്ഥൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ജനങ്ങൾ തങ്ങളെ കടിച്ചു കീറും. വാർന്നു പോയതുപോലെയായി അവരുടെ മുഖങ്ങൾ. പക്ഷെ സിദ്ധാർത്ഥൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ആരെയും നോക്കാതെ ട്രോഫിയും പണവുമായി അയാൾ സ്റ്റേജിൽ നിന്നിറങ്ങി. വീണ്ടും ജനങ്ങൾ അവനെ തോളിലേറ്റി. അവർ അവനുമായി നടന്നു നീങ്ങിയതും ശുക്രൻ സ്റ്റേജിൽ നിന്നിറങ്ങി തൻ്റെ കാറിന് നേരെ പാഞ്ഞു. വണ്ടി എടുക്കടാ. അയാൾ ഗർജിച്ചുകൊണ്ട് മിഴിച്ചു നിന്ന ഡ്രൈവറുടെ കരണത്ത് ആഞ്ഞടിച്ചു.
പിന്നെ കാറിന്റെ ഡോർ തുറന്ന് അതിലേക്ക് കയറാൻ ഭാവിച്ചതും നീണ്ടുവന്ന ഒരു കരം ആ ഡോർ തള്ളിയടച്ചു. ശുക്രൻ വെട്ടിത്തിരിഞ്ഞു, വിറച്ചുപോയി. മുന്നിൽ ഡിവൈഎസ്പി യാസിർ അഹമ്മദ്, SI നിക്സൺ പോൾ, കോൺസ്റ്റബിൾ കുമാരൻ. അധ്യായം 22. സ്വാമി എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ? ഡിവൈഎസ്പി യാസിർ അഹമ്മദ് ശുക്രന്റെ കണ്ണുകളിലേക്ക് നോട്ടം തുളച്ചു നിർത്തിക്കൊണ്ടാണ് തിരക്കിയത്. ശുക്രൻ ഒന്ന് പതറി. എങ്കിലും വളരെ വേഗം അയാൾ സംയമനം വീണ്ടെടുത്തു. മിസ്റ്റർ പോലീസ് ഓഫീസർ, നിങ്ങൾക്ക് കാവി ധരിച്ചവരെ മുഴുവൻ സ്വാമിമാരായി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എങ്കിൽ അറിഞ്ഞോ, ഞാൻ സ്വാമിയല്ല. അയാൾ താടിയൊന്ന് തടവി. ഐ സീ. യാസറിന്റെ ചുണ്ടിൽ ചിരിയൂറി. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മിസ്റ്റർ ധനുഷ്കോടി നാടാർ. ശുക്രൻ പൂരിപ്പിച്ചു. യെസ് മിസ്റ്റർ നാടാർ. പല കള്ളന്മാരും സന്യാസി വേഷത്തിന്റെ മറവിലാണ് അച്ഛന് ജനിക്കാത്ത സ്വഭാവം കാണിക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളുടെ ഇതേ മുഖഛായുള്ള ഒരു കള്ളത്തിരുമാടി സന്യാസിയെ ഞാനങ്ങ് കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ശുക്രൻ എന്നായിരുന്നു ആ റാസ്കലിന്റെ പേര്. ഒരു നിമിഷം നിങ്ങൾ അയാളാണെന്ന് ഞാൻ കരുതിപ്പോയി. യാസിർ നിക്സൺ പോളിനെയും കുമാരനെയും നോക്കി കണ്ണിറക്കി. നമ്മൾ കരുതിയ ആളല്ല കേട്ടോ ഇത്, യാസിർ തുടർന്നു. ഇത് ധനുഷ്കോടി നാടാരാ, വലിയ പുള്ളി. കണ്ടില്ലായിരുന്നോ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ജനങ്ങളുടെ ആരവം? പിന്നെ കണ്ടു സാർ, നിക്സൺ പോൾ പറഞ്ഞു. ശുക്രന്റെ ഉള്ളിൽ പരിഭ്രമം തിളച്ചു മറിയുകയാണ്. എങ്കിലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. മുഖത്ത് കുടുകുടയുണ്ടായ വിയർപ്പ് അയാൾ കാവ്യ ഷോൾ കൊണ്ട് ഒപ്പി. നിങ്ങൾക്ക് എന്ത് വേണം? കണ്ണട നേരെ വെച്ചുകൊണ്ട് അയാൾ തിരക്കി. എടാ പന്ന! യാസിർ ശബ്ദം താഴ്ത്തി ഒരു പച്ചത്തെറി വിളിച്ചു. ചന്ദ്രശേഖരന്റെ കൊലയാളികളെ പിടിക്കണം എന്ന് പറഞ്ഞ് താൻ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ കുറേ ഷോ കാണിച്ചല്ലോ. എന്നിട്ടിപ്പോൾ മറ്റൊരു പേരിൽ ഇവിടെ നടന്നാൽ ഞങ്ങൾ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ താൻ? ഇയാൾ തന്നെ ചീത്ത വിളിച്ചത് മറ്റാരെങ്കിലും കേട്ടോ എന്നറിയാൻ ശുക്രൻ ചുറ്റും നോക്കി. എങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യ്. ചന്ദ്രശേഖരനെ ഞാൻ കൊന്നുവന്ന് ഒന്ന് തെളിയിക്ക്. അയാൾക്ക് ഊർജം വർദ്ധിച്ചു തുടങ്ങി. തെളിയിക്കുകയും തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. താൻ നോക്കിക്കോ. അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും. പറഞ്ഞത് ഹെഡ് കോൺസ്റ്റബിൾ കുമാരനാണ്. ഒരു സന്യാസി വേഷം. ഭൂ! കുമാരൻ കാറി തുപ്പി. ചെടി പിഴുതെടുക്കുന്നത് പോലെ ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ഒന്നില്ലാതെ ഞങ്ങൾ പൊക്കിയിരിക്കും. അയാളുടെ തുപ്പൽ തന്റെ മുഖത്താണ് പതിഞ്ഞതെന്ന് തോന്നി ശുക്രന്. പക്ഷേ അയാൾ കൂടുതൽ തർക്കിച്ചില്ല. കാരണം ഇവർ തന്നെ അറസ്റ്റ് ചെയ്താൽ സിദ്ധുവിനൊപ്പം നിൽക്കുന്ന ജനക്കൂട്ടം ഇനി എങ്ങനെ പ്രതികരിക്കുക എന്ന് പ്രവചിക്കാൻ പറ്റില്ല. സിദ്ധാർത്ഥൻ തനിക്ക് നേരെ കൈ ചൂണ്ടിയാൽ കളി മാറും. ഞാനും ഇവിടെ തന്നെ കാണും. ഇനി നിങ്ങൾ എൻ്റെ പിന്നാലെ ആയിരിക്കില്ല, ഞാൻ നിങ്ങൾക്ക് പിന്നാലെയായിരിക്കും. ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും, ശുക്രൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ കാണിക്ക്. എന്നിട്ടൊന്ന് അറസ്റ്റ് ചെയ്യ്. വാറന്റ്? യാസിർ തൻ്റെ വലത് കൈപ്പത്തി നീട്ടി കാണിച്ചു. ഇതിൽ കാണുന്ന രേഖകളുണ്ടല്ലോ, അതാണ് തനിക്കുള്ള വാറന്റ്. ഇത് വെച്ച് ഒരെണ്ണം ഞാൻ ആ കവളത്തോട്ടങ്ങ് തരും. താൻ ലോക്കപ്പിലായി എന്നർത്ഥം. മുന്നിൽ നടക്കുന്നത് കണ്ടും കേട്ടും ഒന്നും പിടികിട്ടാതെ നിൽക്കുകയാണ് ഡ്രൈവർ. ശുക്രൻ അടിച്ചതിൻ്റെ പെരുപ്പ് ഇപ്പോഴും അയാളുടെ കവളിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ അങ്കിൾ ഇവിടെ? പെട്ടെന്ന് ആറുപടയാനും ഭൂപതി പാണ്ഡ്യനും അങ്ങോട്ട് വന്നു. അതോടെ ശുക്രന് ധൈര്യം കിട്ടി. ഇവർ പോലീസാണെന്ന്, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന്. പോലീസോ? പടയാൻ കത്തുന്ന കണ്ണുകളോടെ അവരെ മാറി മാറി നോക്കി. ഭൂപതി പാണ്ഡ്യൻ മുന്നിലേക്ക് കയറി. എന്തിനാണ് അങ്കിളിനെ അറസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെ പറയാതെ തന്നെ ഇയാളെ ഞങ്ങൾ എടുക്കും ഭൂപതി. നിക്സൺ പോൾ അവൻ്റെ നേരെ ഒരു ചുവട് വെച്ചു. വേണ്ട നിക്സ, യാസിർ തടഞ്ഞു. നോക്ക്. ആറുപടയാൻ മുരണ്ടു. ഏത് പോലീസാണെങ്കിലും നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, ഇവിടെ തന്നെ നിങ്ങളെ വെട്ടിമൂടിയാലും ഞങ്ങളോടാരും ചോദിക്കത്തില്ല. കാണണോ? പടയാൻ! പൊടുന്നനെ പിന്നിൽ നിന്ന് വീരലക്ഷ്മിയുടെ ശബ്ദം. എന്നാണ് നീ തെരുവ് നായ്ക്കൾ കുരയ്ക്കുന്നതിന് മറുപടി പറയാൻ തുടങ്ങിയത്? കുമാരന്റെ ഞരമ്പിൽ പൊടുന്നനെ ചോര കുതിച്ചു വന്നു. അയാൾ അവരെ അടിമുടി നോക്കി. കേരളത്തിൽ താഴത്തങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഉടുതുണിക്ക് മറുതണിയില്ലാതെ പുറംപോക്കിൽ കുടില് കെട്ടി കഴിഞ്ഞിരുന്ന ഒരു രാജമ്മയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവരെ പിയേഴ്സ് സോപ്പിട്ട് ഒന്ന് കുളിപ്പിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ചാൽ ഏതാണ്ട് നിങ്ങളെപ്പോലെ ഇരിക്കുമായിരുന്നു. അക്കാലത്ത് അർദ്ധരാത്രിയിൽ ആ വീട്ടിലേക്ക് നോക്കി പരിചിതരെ കണ്ട് തെരുവ് നായ്ക്കൾക്ക് കുരയ്ക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷേ അക്കാര്യം ഓർത്തിട്ടായിരിക്കും മാഡം ഇപ്പോൾ തെരുവ് നായ്ക്കളെക്കുറിച്ച് പറഞ്ഞത്, അല്ലേ? കവിളടക്കം ഒരിടിയും കിട്ടി ശിരസിലൂടെ കോഴിക്കാഷ്ടം കലക്കി ഒഴിക്കപ്പെട്ട ഒരവസ്ഥയിൽ
വിളറി വെളുത്ത് നിന്നുപോയി വീരലക്ഷ്മി. ചകിതയായ അവർ പെട്ടെന്ന് റേഞ്ച് റോവറിൽ കയറി. നിങ്ങൾ വരിൻ, രക്ഷപ്പെടാൻ എന്നവണ്ണം അവർ മക്കളെ വിളിച്ചു. അവരും കയറി. ഈ മണ്ണിൽ നിങ്ങളുടെ ആയുസ് തീർന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി പല്ലിറുമ്മിക്കൊണ്ട് ശുക്രനും കാറിൽ കയറി. 2 വാഹനങ്ങളും പൂഴിയിളക്കി പറത്തി പാഞ്ഞുപോയി. ജനങ്ങൾ സിദ്ധാർത്ഥന്റെ പിന്നാലെ ആയിരുന്നതിനാൽ ആരും ഈ രംഗങ്ങളൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചുമില്ല. എന്താ കുമാര ഈ താഴത്തങ്ങാടി കഥ? യാസിർ അഹമ്മദ് ആകാംക്ഷയോടെ അയാളെ നോക്കി. അതോ, ഇപ്പോൾ നേരിൽ കണ്ടപ്പോഴല്ലേ എനിക്കിവിടെ മനസ്സിലായത്. ഈ കോടീശ്വരി കുറേ കാലം താഴത്തങ്ങാടിയിൽ പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നു. ശുക്രന്റെ പെങ്ങളാ ഇവള്. ഇമ്മോറൽ ട്രാഫിക്കിന് പോലീസ് പലവട്ടം ഇവളെ പൊക്കിയിട്ടുണ്ട്. ആ ഇവൾ എങ്ങനെ വീരലക്ഷ്മിയായെന്നും ചന്ദ്രശേഖരന്റെ ഭാര്യയായെന്നുമാ ഇനി അറിയേണ്ടത്. ചിത്രങ്ങൾ കുറെ കൂടി വ്യക്തമാകുകയാണെന്ന് യാസിർ അഹമ്മദ് തിരിച്ചറിഞ്ഞു. ഹലോ സർ. ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. മാനേജർ രാജഗുരുവും ഭാര്യയും മകളും. രാജഗുരു തൻ്റെ കുടുംബത്തെ പോലീസിന് പരിചയപ്പെടുത്തി. പിന്നെ തിരക്കി. അവരുമായി കൊമ്പ് കോർത്തു അല്ലേ? യാസിർ ചിരിച്ചു. രാജഗുരു പറഞ്ഞു, സിദ്ധാർത്ഥന്റെ ഈ വെളിപ്പെടുത്തൽ ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രവചിക്കാൻ പറ്റില്ല സർ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങളുടെയും ഒരു ശ്രദ്ധ സിദ്ധാർത്ഥനിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും, യാസിർ ഉറപ്പുകൊടുത്തു. എന്തെങ്കിലും ആവശ്യം വന്നാൽ മിസ്റ്റർ രാജഗുരു ഞങ്ങളെ അറിയിക്കണം. അതുപോലെ ഞങ്ങൾക്കും സഹായം വേണ്ടി വന്നേക്കും താങ്കളിൽ നിന്നും. ഷുവർ സർ. ഇനി പരസ്പര സഹകരണത്തിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. രാജഗുരുവും കുടുംബവും യാത്ര പറഞ്ഞു പോയി. റൂമിലെത്തിയാലുടൻ പുതിയ സംഭവവികാസങ്ങൾ തമ്പുരാൻ സാറിനെ അറിയിക്കണം. യാസിർ തീരുമാനിച്ചു. ആ നേരത്ത് മാരിയമ്മൻ കോവിലിന് മുന്നിൽ സിദ്ധാർത്ഥനെ താഴെ നിർത്തി ജനങ്ങൾ. രഘുറാമും സത്യദാസും അവനെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം കൊച്ചുമുതലാളി. ഞങ്ങൾ ആളറിയാതെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അവർ പറഞ്ഞു. മുതലാളിയോ? ഇനി മേലിൽ നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചുകൂടാ. ഞാൻ എന്നും നിങ്ങളുടെ സിധു തന്നെയാ. അത് കേട്ട് നിന്ന ജനങ്ങൾക്ക് ആഹ്ലാദം അടക്കാനായില്ല. സിദ്ധാർത്ഥൻ രഘുറാമിൻ്റെ നേരെ തിരിഞ്ഞു. നിനക്കെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തൻ്റെ വേദന മറന്ന് അവൻ ചിരിച്ചു. അതുപോരാ, കാളയുടെ ചവിട്ടേറ്റതല്ലേ. ഹോസ്പിറ്റലിൽ പോകണം. സ്കാൻ ചെയ്ത് നോക്കി ചികിത്സിക്കണം. അതിന് ഇതിരിക്കട്ടെ. 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് അവൻ രഘുറാമിന് നൽകി. രഘുറാം മിഴിച്ചു നിന്നു. പെട്ടെന്ന് രാജനും ചായക്കടക്കാരൻ ജോസും എത്തി. മുതലാളിയുടെ മുടി വെട്ടാനും ഷേവ് ചെയ്യാനും അറിയാതെയാണെങ്കിലും എനിക്ക് പറ്റിയല്ലോ. രാജൻ സന്തോഷത്തിലാണ്. മുതലാളി എന്ന് വിളിക്കരുതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതേയുള്ളൂ രാജ. എങ്കിൽ ഇനി വിളിക്കത്തില്ല സിധു മുതലാളി. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. സിദ്ധാർത്ഥൻ ട്രോഫി രാജന് നീട്ടി. തൻ്റെ കടയിൽ ഒരുപാട് പേര് വരുന്നതല്ലേ ഇത്. അവിടെ ഇരിക്കട്ടെ. ഒരു തൊഴിലാളി കാളയെ പിടിച്ചതിൻ്റെ കഥ ഇനി തനിക്ക് കുറേ കാലം പറയാനും കഴിയും. എനിക്ക് ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലവുമില്ലല്ലോ. അഭിമാനത്തോടെ രാജൻ ട്രോഫി വാങ്ങി. പിന്നെ പറഞ്ഞു, എങ്കിലും സിധുവിന് വീടില്ലെന്ന് പറഞ്ഞത് വിഷമമായി പോയി കേട്ടോ. ദേവേന്ദ്രന് സ്വർഗത്തിൽ കട്ടിലില്ലെന്ന് പറയുന്നത് പോലെയാ അത്. അത് കേട്ട് ചുറ്റും നിന്നവർ പിന്നെയും ചിരിച്ചു. സിദ്ധാർത്ഥൻ സത്യദാസിന്റെ കരം കവർന്നു. കത്തിപ്പോയ നിന്റെ വീടിന് പകരം വേറെ വീടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? സത്യദാസ് തലയാട്ടി. സിദ്ധാർത്ഥൻ അവൻ്റെ കൈവെള്ളിയിലേക്ക് 5 ലക്ഷം രൂപ കിട്ടിയത് കൂടി വെച്ചുകൊടുത്തു. ഇതുകൊണ്ട് വീട് പണി തുടങ്ങുക. പോരാതെ വന്നാൽ നമുക്ക് മറ്റു വഴി കണ്ടെത്താം. ഇനി നിന്റെ വീട് കത്തിക്കാൻ ഒരുത്തരും വരില്ല. പോരെ? സിധു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പെരിയ ഒരു മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഏയ്, എന്താടാ ഇത്? അവൻ സത്യദാസിൻ്റെ തോളിൽ തട്ടി. പിന്നെ ജോസിനോട് പറഞ്ഞു, ജോസേട്ടാ, നമുക്ക് കടയിലേക്ക് വിട്ടാലോ? എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, പോയേക്കാം. ആഘോഷമായി തന്നെ അവർ കടയിലേക്ക് പുറപ്പെട്ടു. തൊഴിലാളികൾ വളരെ ആദരവോടെയും അഭിമാനത്തോടെയുമാണ് തന്നോട് പെരുമാറുന്നതെന്ന് സിദ്ധാർത്ഥൻ അറിഞ്ഞു. മാർബിൾ ബംഗ്ലാവ്. 6 പടയാൻ്റെ മുറിയിൽ വെടികൊണ്ട പന്നിയെപ്പോലെ പാരവശ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വീരലക്ഷ്മി. ഹെഡ് കോൺസ്റ്റബിൾ കുമാരൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ അപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. അതും തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച്. കഴിഞ്ഞുപോയ കാലം പെട്ടെന്ന് മുന്നിൽ അവതരിക്കപ്പെട്ടതുപോലെ. ഛേ, വീരലക്ഷ്മി തല കുടഞ്ഞു. ഇനിയൊരിക്കലും ഓർക്കാനോ ഓർമ്മിപ്പിക്കാനോ ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പട്ടുചേലയ്ക്കുള്ളിൽ താൻ പുഴുത്തളിക്കുന്നത് പോലെ തോന്നി വീരലക്ഷ്മിക്ക്.
താഴെത്തങ്ങാടിയിൽ നിന്ന് ശുക്രേട്ടൻ നാട് വിട്ടു പോയതിനു ശേഷമുള്ള കുറേ കാലം ആ ഓർമ്മ പോലും അവരിൽ സ്വയം അറപ്പും വെറുപ്പും ഉളവാക്കി. അവരുടെ പല്ലുകൾ ഞെരിഞ്ഞുകൊണ്ടിരുന്നു. രോഷവും അപമാനവും താങ്ങാനാവാതെ ആറുപടയാനും ഭൂപതി പാണ്ഡ്യനും മദ്യം കുപ്പിയോടെ വായിലേക്ക് ചരിക്കുകയാണ്. എന്നാൽ ധനുഷ്കോടി നാടാർ എന്ന ശുക്രൻ മാത്രം എല്ലാം നോക്കിയും കണ്ടും കസേരയിലിരുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല. അങ്കിളെന്താ ഒന്നും പറയാത്തത്? ആറുപടയൻ തിരക്കി. പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പ്രവർത്തിച്ച് വിജയിക്കുന്നതിലാണെന്ന് നിനക്കറിയത്തില്ലേ? അയാൾ കൈവിരലുകൾ കോർത്ത് ഒന്ന് ഞൊട്ടവിട്ടു. എങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കേട്ടാ. വീരലക്ഷ്മിക്ക് തിടുക്കമായി. അവൻ്റെ ആ സിദ്ധാർത്ഥൻ്റെ ശവം കാണാതെ എനിക്കിനി ഉറങ്ങാൻ കഴിയില്ല. പിന്നെ കോൺസ്റ്റബിൾ കുമാരൻ, അയാൾ ഇനി വാ തുറക്കാനേ പാടില്ല. ശുക്രൻ അമർത്തിയൊന്നു മൂളി. ഏതായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കും എന്നുറപ്പുള്ളപ്പോൾ അവരെ പ്രതിരോധിക്കാൻ മുന്നിൽ ഒരു കവചമുള്ളത് നല്ലതാ. ആ കവചം സ്വന്തം പ്രാണനേക്കാൾ വേണ്ടപ്പെട്ടതുകൂടിയാകുമ്പോൾ ഏതൊരു ശത്രുവും സ്വയം ആയുധം താഴെ വയ്ക്കും. ഇത് ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചു പഠിച്ച പാഠമാ. അയാൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. ആ കുപ്പി ഇങ്ങോട്ട് താടാ. വീരലക്ഷ്മി ഭൂപതിയുടെ കയ്യിലിരുന്ന മദ്യക്കുപ്പി വാങ്ങി ആ ഗ്ലാസ്സിലേക്ക് പകുതിയോളം പകർന്നു. അല്പം വെള്ളം കൂടി ചേർത്ത് ഒറ്റ വലിക്ക് അകത്താക്കി. ഉള്ളിലെ കത്തലൊന്നടങ്ങണമെങ്കിൽ ഇതിത്തിരി നല്ലതാ. അവർ സാരി തുമ്പുയർത്തി ചുണ്ടു തുടച്ചിട്ട് കസേരയിലിരുന്നു. തൊഴിലാളികൾ നമ്മുടെ പക്ഷത്ത് നിൽക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. നമ്മുടെ ആളുകളിൽ നല്ലൊരു ഭാഗം ആശുപത്രിയിലും. ആ നിലയ്ക്ക് ഇനിയൊരു സഹായത്തിന് വീരലക്ഷ്മി പൂർത്തിയാക്കുവാൻ ശുക്രൻ സമ്മതിച്ചില്ല. അയാൾ കൈ ഉയർത്തി. മുന്നിൽ കടൽ പോലെ വഴികൾ പരന്നു കിടക്കുമ്പോൾ വെറുതെ എന്തിനാ നീ ടെൻഷനടിക്കുന്നേ? എന്നാലും മൈക്കിലൂടെ അവൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ടായ നാണക്കേട്, അതാ സഹിക്കാൻ പറ്റാത്തത്. ആറുപടയാൻ മുറുമുറുത്തു. ഇത്തരം ഒരു നിസ്സാര പ്രശ്നത്തിന് മുന്നിൽ പതറിപ്പോയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ പടയാനെ? ശുക്രൻ ചിരിച്ചു. നാളെ രാത്രി കഴിയും മുമ്പ് എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കും. അയാൾ അത് പറഞ്ഞ നിമിഷം ഇന്റർകോമിലൂടെ വാച്ചറുടെ ശബ്ദം കേട്ടു. മാഡം, SP സാർ വന്നിരിക്കുന്നു. ശുക്രൻ കൈ നീട്ടി റിമോട്ട് എടുത്ത് LED ചൂണ്ടി വിരലമർത്തി. ഗേറ്റിന് മുന്നിൽ കിടന്ന പോലീസിൻ്റെ ഇന്നോവ അതിൽ തെളിഞ്ഞു. ഫ്രെഡി ഐപ്പിനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. കയറ്റിവിട്. നിർദ്ദേശം കൊടുത്തിട്ട് വീരലക്ഷ്മി ശുക്രനെ നോക്കി. അതാരാ പുതിയ ഒരാൾ? കേരളത്തിൽ നിന്ന് വന്ന SI നമ്മുടെയാൾ സോളാർ ശങ്കർ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റൂറൽ SP ഫ്രെഡി ഐപ്പും സോളാർ ശങ്കറും അവർക്ക് മുന്നിലെത്തി. വീരലക്ഷ്മിയും മക്കളും ശങ്കറെ അടിമുടി നോക്കി. ശുക്രൻ ചോദിച്ചു, ശങ്കർ, നിങ്ങൾക്ക് ക്വാറിയിൽ വെച്ച് കൂടെയുള്ളവരെ തീർത്തുകൂടായിരുന്നോ? അത്ര വേഗം അവർ എന്നെ തിരിച്ചറിയുമെന്ന് കരുതിയില്ല. അത് പോട്ടെ. ശുക്രൻ ഗൗരവത്തിലായി. ഇനി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. തീർച്ചയായും. തനിക്ക് ഞാൻ ഒരിരയെ അങ്ങോട്ടിട്ട് തരാൻ പോവുകയാണ്. കാര്യം അറിയില്ലെങ്കിലും ശങ്കർ സമ്മതിച്ചു. പറഞ്ഞാൽ മതി സർ. ശുക്രൻ ഫ്രെഡിക്ക് നേരെ തിരിഞ്ഞു. നാളെ മുതൽ സിദ്ധാർത്ഥൻ ക്വാറിയിൽ കാലുകുത്തുക പോലും അരുത്. വെറുതെ ഒരു ഗുണ്ടായിസത്തിലൂടെ കാര്യം നേടണമെന്നല്ല ഞാൻ പറയുന്നത്. നിയമത്തിൻ്റെ വഴിയിലൂടെ, ഒരിക്കലും അവന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നീക്കത്തിലൂടെ. അവൻ്റെ കൂടെ തൊഴിലാളികൾ നിരന്നാൽ പോലും അവർക്കവനെ സംശയിക്കാൻ ഇടവരരുത്. അവരും സംശയത്തോടെ അവനെ നോക്കണം. അവരുടെ വിശ്വാസം താൻ പിടിച്ചു പറ്റണം. അത്തരൊരു വിദ്യയാണ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. സാബ് പറഞ്ഞോളൂ. ഫ്രെഡി ഐപ്പ് ആവേശത്തിലായി. ശുക്രൻ തൻ്റെ പദ്ധതി അവിടെ വെളിപ്പെടുത്തി. അത് കൊള്ളാമെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു. ശുക്രൻ തുടർന്നു. ഞാൻ ഇപ്പോൾ തന്നെ ഒരു യാത്ര പോവുകയാണ്. നാളെ രാത്രിക്ക് മുമ്പ് മടങ്ങിയെത്തും. വീരലക്ഷ്മിക്ക് അതിഷ്ടപ്പെട്ടില്ല. ഈ നേരത്തെ ഏട്ടൻ എവിടെ പോകുന്നു? ഞങ്ങൾക്ക് ഏട്ടൻ്റെ സഹായം വേണ്ടത് ഇപ്പോഴല്ലേ? ഇവിടെ ഒന്നിനും ഒരു പിഴവും ഉണ്ടാകാതിരുന്നാൽ പോരെ? ഞാൻ മടങ്ങി വരുമ്പോൾ നീ പറയും ഈ യാത്ര നന്നായെന്ന്. അയാൾ എഴുന്നേറ്റു. കണ്ണുകൊണ്ട് ഭൂപതി പാണ്ഡ്യന് ഒരു അടയാളം കൊടുത്തു. അയാൾ അകത്ത് പോയി ഒരു പെട്ടി കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചു. ശുക്രൻ അത് തുറന്നു. അതിലേക്ക് നോക്കിയ ഫ്രെഡി ഐപ്പിൻ്റെയും സോളാർ ശങ്കറിൻ്റെയും കണ്ണുകൾ വികസിച്ചു. 1000-ന്റെ നോട്ടുകെട്ടുകൾ നിങ്ങൾക്കുള്ളതാ. ഇതാ, ശുക്രൻ പറഞ്ഞു. ഫ്രെഡിയും ശങ്കറും തലയാട്ടി. പെട്ടിയുമായി അവർ യാത്ര പറഞ്ഞു. പടയാനേ, ഫ്രെഡി ഐപ്പിൻ്റെ കയ്യിൽ സിദ്ധാർത്ഥനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പുറം ലോകം കാണണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായി അങ്കിൾ. അപ്പോൾ നാളെ രാത്രി കാണാം. ആർക്കും ഒരു സൂചനയും കൊടുക്കാതെ ശുക്രൻ പോയി. CKS ഹോസ്പിറ്റൽ. വെളുപ്പിന് 3 മണി.
കോട്ടയം രജിസ്ട്രേഷനുള്ള 2 സ്കോർപിയോകളും തമിഴ്നാട്ടിൻ്റെ ഒരു സുമോയും. അതിനു മുന്നിൽ ബ്രേക്കിട്ടു. മുന്നോട്ട് നടക്കാനായ വാച്ചർ പെട്ടെന്ന് നിന്നു. സുമോയിൽ നിന്ന് ഡിവൈഎസ്പി യാസിർ അഹമ്മദും സംഘവും ഇറങ്ങുന്നു. താൻ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലതെന്ന് വാച്ചർക്ക് തോന്നി. സ്കോർപിയോകളിൽ നിന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇറങ്ങി. എല്ലാവരും യൂണിഫോമിൽ. ആ സംഘം ഒന്നിച്ച് അകത്തേക്ക് കയറി. റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്ന യുവാവ് യാസിറിനെ തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റു. "സർ, ഇറങ്ങി വാടാ." റിസപ്ഷനിസ്റ്റിന് പന്തികേട് തോന്നി. അവർ അവനെയും ഒപ്പക്കൂട്ടി അകത്തേക്ക്. "ഇന്നലെ ഇവിടെ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്നില്ലേ? അവരെവിടെ?" റിസപ്ഷനിസ്റ്റിന് അപകടം മണത്തു. "സർ, ആരെയും അവിടേക്ക് വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്." "ആര് പറഞ്ഞു?" "മുതലാളിമാര്. ഭരണമൊക്കെ അവരുടെ കയ്യിന്ന് പോയടോ. തനിക്കിനി ജോലി വേണമെങ്കിൽ ഞങ്ങളെ അനുസരിച്ചോ." അവനും ചിലതൊക്കെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് മുറി കാണിച്ചു കൊടുത്തു. "കുമാരാ," യാസിർ വിളിച്ചു. "സർ, ഇവൻ്റെ കൂടെ ഇവിടെ നിൽക്കണം. ഇവൻ ആർക്കും ഫോൺ ചെയ്യണ്ട." "യെസ് സർ." കുമാരൻ റിസപ്ഷനിസ്റ്റിനെ അടിമുടി നോക്കി. യാസിറും സംഘവും അടച്ചിട്ടിരുന്ന ഹാളിൻ്റെ വാതിൽ തള്ളി തുറന്നു. AC-യുടെ തണുപ്പ് പുറത്തേക്ക് വന്നു. അകത്ത് മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. അവിടെ നിരനിരയായുള്ള ബെഡുകളിൽ 10ഓളം പേർ ഗാഢനിദ്രയിലാണ്. യാസിർ നിക്സൺ പോളിനെ നോക്കി. അയാൾ ഹാളിലെ ലൈറ്റ് തെളിച്ചു. പെട്ടെന്ന് ദ്രാവിഡൻ ഞെട്ടിയുണർന്നു. തലയുയർത്തിയ അയാൾ പരിഭ്രമത്തോടെ എഴുന്നേൽക്കാനാഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥൻ കൈകാലുകൾ തല്ലിയൊടിച്ചിട്ടിരുന്നതിനാൽ അതിന് കഴിഞ്ഞില്ല. അയാൾ ഒരു ശബ്ദമുണ്ടാക്കി. അത് കേട്ട് മറ്റുള്ളവരും ഉണർന്നു. മുന്നിൽ പോലീസിനെ കണ്ട് അവർ നടുങ്ങി. തങ്ങളെ തേടി ഒരിക്കലും പോലീസ് വരില്ലെന്ന് അവർക്കുറപ്പായിരുന്നു. അത് തെറ്റിയിരിക്കുന്നു. തങ്ങൾ എതിർക്കാനുള്ള അവസ്ഥയിലല്ല താനും. "ആരാ ദ്രാവിഡൻ?" യാസിർ ശബ്ദമുയർത്തി. "ഞാനാ." അയാൾ സമ്മതിച്ചു. യാസിർ അയാളുടെ കിടക്കക്കരികിലെത്തി. ദ്രാവിഡനെ അടിമുടി നോക്കി. "സിദ്ധാർത്ഥൻ ശരിക്ക് പെരുമാറിയല്ലേടാ?" അയാൾ ഗുണ്ടയുടെ കൈ പിടിച്ചുയർത്തി. ദ്രാവിഡൻ വേദന കൊണ്ട് പൊളഞ്ഞു. "പറ്റിയ സമയം." യാസിർ കൈവിടുകയും ആ കർണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. "തണ്ണീർമുക്കം ബണ്ടിനരികിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നത് നീയും കൂട്ടരുമല്ലേടാ?" "അതെ." അയാൾ ആ അവസ്ഥയിൽ സമ്മതിച്ചു. "എന്തിനാ കൊന്നത്?" "സിദ്ധാർത്ഥനാണെന്ന് കരുതി ആളു മാറിപ്പോയതാ." അയാൾ ഞരങ്ങി. "ആമ ഷാജിയെ കൊന്നതോ?" "അവൻ സിദ്ധാർത്ഥനെ കൊന്നെന്നാ കരുതിയേ, അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ." "കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ കാര്യം നിനക്കൊക്കെ ബോധ്യമായല്ലോ." ദ്രാവിഡൻ മിണ്ടിയില്ല. യാസിറിൻ്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി. "ഇനി നിന്നെക്കൊണ്ട് മുതലാളിമാർക്ക് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഞങ്ങൾക്കുണ്ട്." ബാക്കി ചോദ്യവും പറച്ചിലുമൊക്കെ ഇനി അങ്ങ് കേരള പോലീസിൻ്റെ സുഖവാസ കേന്ദ്രത്തിൽ വെച്ച്. യാസിർ പെട്ടെന്ന് തിരിഞ്ഞു. "നിക്സ, പൊക്കിക്കോ, ക്യുക്ക്." പോലീസ് സംഘം ഗുണ്ടകളെ പുറത്തേക്ക് ആനയിച്ചു. പുറത്ത് കുറേ ഹോസ്പിറ്റൽ ജീവനക്കാരുണ്ടായിരുന്നു. അവരുടെ അമ്പരപ്പിനിടയിൽ ഗുണ്ടകളെ വാഹനങ്ങളിൽ കയറ്റി. അവ പാഞ്ഞുപോയി. യാസിർ തമ്പുരാൻ IPSനെ ഫോണിൽ വിവരം ധരിപ്പിച്ചിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റിയ നേരം ഇതാണെന്ന് പറഞ്ഞു. തമ്പുരാൻ വാഹനങ്ങളും പോലീസിനെയും അയക്കുകയായിരുന്നു. മധുരയിൽ മറ്റൊരു സംഘം കാത്തുകിടപ്പുണ്ട്. ചോദ്യം ചെയ്യൽ കേരളത്തിൽ വെച്ച് മതിയെന്നത് തമ്പുരാൻ്റെ തീരുമാനമായിരുന്നു. മധുര വരെ അവർക്കൊപ്പം പോയിട്ടാണ് യാസിറും സംഘവും മടങ്ങിയത്. തണ്ണീർമുക്കം. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് വസുമതി ഉണർന്നത്. അതേ മുറിയിൽ തന്നെയായിരുന്നു കമലവും. രാധികയും കാജലും വിസ്മയും മറ്റൊരു മുറിയിൽ ഒന്നിച്ചാണ് കിടക്കുക. "ഇത്ര രാവിലെ ആരാ?" പിറുപിറുത്തുകൊണ്ട് വസുമതി എഴുന്നേറ്റു. ഒപ്പം കമലവും. ഇരുവരും ഒന്നിച്ചാണ് ചെന്ന് വാതിൽ തുറന്നത്. മുന്നിൽ നിന്നിരുന്ന ആളിനെ കണ്ട് അവരിൽ അത്ഭുതവും ആഹ്ലാദവും ഉണ്ടായി. ശുക്രൻ സ്വാമി. അടുത്ത ഭാഗം നാളെ.